യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. പാപങ്ങളിൽ മരിക്കുക 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ അത് ആവർത്തിച്ചിട്ടുണ്ട്. 21-ാം വാക്യത്തിലും അത് നമുക്ക് കാണാൻ കഴിയും. 24-ാമത്തെ വാക്യത്തിൽ 2 പ്രാവശ്യം, 3 പ്രാവശ്യം പറയുകയാണ്, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കാത്തവർ എല്ലാവരും പാപത്തിൽ മരിച്ച് ജീവിക്കുന്നവരാണ്. എഫെസ്യർ 2-ാം അധ്യായം 1-ാം വാക്യം തെളിവാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു. ആ മരണത്തിൽ തന്നെ തുടരുന്നവർ പാപത്തിൽ തന്നെ മരിച്ചു പോവുക എത്ര കഷ്ടകരമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷ അത് എനിക്കുള്ളതാണ്. എൻ്റെ പാപത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് നിങ്ങൾ വ്യക്തിപരമായി കർത്താവിനോട് തുറന്ന് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ പിന്നീട് പാപത്തിൽ മരിക്കേണ്ടി വരികയില്ല. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരായി ജീവിക്കാനിടയാകും. അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ മരിക്കും. ആകയാൽ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു കർത്താവേ എന്ന് ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് കർത്താവിനുള്ളിൽ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുകയും ഇല്ല.